ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പഠനം വളരെ എഫക്റ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്റ്റഡിയിങ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഇഗ്നോ പരീക്ഷകളുടെ ഒരു സീസണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് BCOC 133 എന്ന് പറയുന്ന ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. ഇഗ്നോ ഓഫർ ചെയ്യുന്ന BCOMന്റെ 1ാം വർഷത്തിലാണ് ഈ സബ്ജക്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉത്തരങ്ങൾ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതാണ്, പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റ് ഏതാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ഏതാണ്, പ്രധാന ടോപ്പിക്കുകൾ ഏതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഘടനകൾ എങ്ങനെയാണ്, വരാൻ പോകുന്ന ചോദ്യ പേപ്പറുകൾ എങ്ങനെ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് വളരെ വിശദമായിട്ട് നമുക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് MCOM ബിരുദധാരിയും ലേൺവൈസിന്റെ ഫാക്കൽറ്റി കം മെന്ററുമായിട്ടുള്ള സ്നേഹ സൂസനാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ സ്നേഹ മാം പറയുന്നത് വളരെ വിശദമായിട്ട് ശ്രദ്ധിക്കുകയും ആവശ്യമായ പോയിന്റുകൾ എഴുതിയെടുക്കുകയും വേണം. ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BCOMന്റെ സബ്ജക്റ്റായ BCOC 133 ബിസിനസ് ലോയുടെ ഒരു ജനറൽ ഓവർവ്യൂ ആണ്. നിങ്ങൾ ഓൾറെഡി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരായിരിക്കാം. അതിൽ നിന്ന് വേർഡ് ബൈ വേർഡ് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മാത്രം നോക്കി പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, അതായത് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഒരു നല്ലൊരു സ്പെസിഫിക് സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മാർക്സ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ഓൾറെഡി 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. എങ്കിൽ തന്നെയും അതിനകത്ത് എന്താ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺസ് ആണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടാൻ നമുക്ക് സഹായിക്കത്തുള്ളൂ. അപ്പം ആ ഒരു സ്പെസിഫിക് പോർഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമുക്കൊന്ന് ജനറലായിട്ട് ഈ ഒരു എക്സാമിനെ നമുക്ക് ഒരു സ്പെസിഫിക് രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് അതിൻ്റെ ഒരു ജനറൽ അനാലിസിസ് നോക്കാം. സബ്ജക്റ്റിൻ്റെ ഒരു കൺസിഡറേഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, പിന്നെ ലോ ഓഫ് കോൺട്രാക്ട്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, പിന്നെ ചില കോമൺ ടോപ്പിക്സ്. ഇത് ഇത്രയുമാണ് മെയിനായിട്ട് 4 ഇയേഴ്സിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഏരിയ, അതായത് കൺസിഡറേഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നോക്കുന്ന സമയത്ത് ഫ്രീക്വൻ്റ്ലി ആ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്ന ഒരു പോർഷൻ, 4 പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു പോർഷനാണ് കൺസിഡറേഷനും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നുള്ള ഭാഗം. പിന്നെ ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതിനകത്ത് 4 എക്സാംസ് അവൈലബിൾ ആയിട്ടുള്ളതിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളതിൽ 2 പ്രാവശ്യം അതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി പോർഷൻസ്, അതായത് കോൺട്രാക്ട് ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിസ്ചാർജ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഏജൻസി ഓഫ് റെക്ടിഫിക്കേഷൻ, ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് റെക്കറിങ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ തന്നെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ റെക്കറിങ് രീതിയിൽ ഇടവിട്ട രീതിയിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് പറയാം. അതിൽ തന്നെയും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതാണ്? ഫസ്റ്റ് പോയിന്റിലായിരിക്കും, കൺസിഡറേഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. കാരണം 4 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. മെയിനായിട്ടൊരു 4 ടൈപ്സ് അല്ലെങ്കിൽ 4 രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ ഡിസ്കഷൻസ് ഉണ്ട്, എക്സ്പ്ലനേഷനും ഉണ്ട്, എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഉണ്ട്, ഡിസ്റ്റിങ്ക്യൂഷൻ ആൻഡ് ഡിഫൈൻ. ഇങ്ങനെ 4 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്നത്. ഡിസ്കഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ടോപ്പിക്ക് തരും, അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഡിസ്കസ് ചെയ്ത ഒരു എസ്സേ പോലെ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾക്ക് ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു എലാബറേറ്റ് ചെയ്തൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതാണ് ഡിസ്കഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഗൽ പ്രിൻസിപ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ സ്പെസിഫിക് കൺസെപ്റ്റ് ആയിരിക്കാം, എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസർ എഴുതേണ്ടി വരും. ദെൻ എക്സ്പ്ലനേറ്ററി നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷേ എന്തായിരിക്കും ആ ഒരു സ്പെസിഫിക് തന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിൻ്റെ ബ്രീഫ് നോട്ടാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് ഒത്തിരി എലാബറേറ്റ് വേണ്ട, പക്ഷേ ഒരു ബ്രീഫായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിരിക്കണം താനും. ദെൻ
ലാസ്റ്റ് വരുന്നത് ഡിസ്റ്റിങ്ക്യൂഷ് ആൻഡ് ഡിഫൈൻ. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ചില ടോപ്പിക്സ്, അതായത് സിമിലറായിട്ട് തോന്നുന്ന ചില കൺസെപ്റ്റ്സ് ടോപ്പിക്സ് അത് തന്നിരിക്കും. അതിനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുക, അതായത് ഡിഫറൻസും കാര്യങ്ങളും നോട്ട് ചെയ്യുക. അതാണ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ 4 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും സാധാരണയായിട്ട് ഈ ബിസിനസ് ലോയുടെ പേപ്പറിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ദെൻ വരുന്ന നോട്ടബിൾ പാറ്റേൺ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് നമുക്ക് കണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നോർമലി പറഞ്ഞു എന്താ കൺസിഡറേഷനും കാര്യങ്ങളും പറഞ്ഞല്ലോ ഫസ്റ്റ് പറഞ്ഞ പോർഷൻ, അതിൽ നിന്ന് എന്താ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കണം അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്ന് നമ്മൾ പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പ്രാവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തെന്ന് വന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം, ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ആ ഏരിയസ്, അതായത് കൺസിഡറേഷന്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് ലോ, ഇതൊക്കെ എന്താണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് ആണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞതാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഫോർമാറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് മിക്സ് ക്വസ്റ്റ്യൻസ് എന്താണ് പല ടോപ്പിക്സിൽ നിന്നും അല്ലെങ്കിൽ പല ടൈപ്സ് ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഏത് രീതി ചോദിച്ചാലും, ഡിസ്ക്രിപ്റ്റീവ് ആണേലും എക്സ്പ്ലനേറ്ററി ആണേലും നോട്ട്സ് ആണേലും എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാലും എഴുതുന്ന രീതിയിൽ, അതായത് നമ്മൾ എത്രത്തോളം ആ ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതാണ് മെയിനായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണാപ്പാഠം പഠിച്ചത് അല്ല, എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കി എന്നതായിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ലീഗൽ പ്രിൻസിപ്പിൾസ്, അതായത് നമ്മളുടെ കറൻ്റ്ലി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഏരിയാസിൽ അല്ലെങ്കിൽ അത്രത്തോളം ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇത് എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്കൊരു നോളജ് ഉണ്ട്, അത് അനലൈസ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ഇവർ ക്വസ്റ്റ്യൻസ് കൂടുതലും തരുന്നത്. ഇത് ഇത്രയും നമ്മൾ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരു നോർമലി നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് എത്രത്തോളം നമ്മൾ തിയറിറ്റിക്കൽ നോളജ് മാത്രമല്ല ഇവർ അനലൈസ് ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എത്രത്തോളം നമുക്ക് കിട്ടി അല്ലെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ, അതെല്ലാം ഇവർ ഇതിൽ നിന്നും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കാം. ഓരോ ബ്ലോക്ക് വൈസ് ഇത് എത്രത്തോളമാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസിൽ കവർ ചെയ്യുന്നത്, ഓരോ ബ്ലോക്ക് വൈസ് എത്രത്തോളം വെയിറ്റേജ് നമുക്ക് അനാലിസിസിൽ കൊടുക്കാമെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 1 നോക്കുമ്പം 13 വെയിറ്റേജ് കൊടുക്കുക. അതായത് 13 ക്വസ്റ്റ്യൻസോളം നമുക്ക് എന്ത് വരുന്നുണ്ട്, റിപ്പീറ്റഡ് ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അതായത് പോർഷൻസ് അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട് നോക്കുക. ഫൗണ്ടേഷൻ ആസ്പെക്ട്സ്, അതായത് ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഫൗണ്ടേഷൻ ആസ്പെക്ട്സ്, ബേസിക്സ്, പിന്നെ ഓഫേഴ്സ്, കൺസെൻറ്റ്, അങ്ങനെയുള്ള ടോപ്പിക്സ്. പിന്നെ വരുമ്പോൾ എന്താ കോൺട്രാക്ട് 2 റിലേറ്റ് ചെയ്ത് വരുമ്പം 11 ക്വസ്റ്റ്യൻസ് ഇതുവരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒക്കറൻസ് 11 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൺസിഡറേഷന്, കോൺട്രാക്ട് ഡിസ്ചാർജ്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, അങ്ങനത്തെ ടോപ്പിക്സുകൾ. പിന്നെ വരുന്നത് സ്പെസിഫിക് കോൺട്രാക്ട്സിൻ്റെ കാര്യമാണ്. അതിനകത്ത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് 3 നിന്നും. ആ ബ്ലോക്കിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് വെച്ചാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇൻഡംനിറ്റി, പ്ലെഡ്ജ്, അങ്ങനത്തെ പോയിന്റ്സ് ആയിരിക്കും, പോർഷൻസ് ആണ് അതിനകത്ത് കവർ ചെയ്യുന്നത്. ദെൻ 4th വരുമ്പം 6 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ്സ്, പാർട്ട്ണർഷിപ്സ്, ലിമിറ്റഡ് ലയബിലിറ്റി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെ പോർഷൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. ദെൻ ലാസ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിനകത്ത് വരുന്നത് 5 ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, പ്രോമിസറി നോട്ട്സ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള പോയിന്റ്സുകൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ബ്ലോക്ക് വൈസ് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് അല്ലെങ്കിൽ കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ബ്ലോക്ക്. ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്കിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോൺട്രാക്ട് ലോയുടെ ബേസിക് പ്രിൻസിപ്പിൾസും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. പിന്നെ സ്പെസിഫിക് കോൺട്രാക്ട്സ് ആൻഡ് പാർട്ണർഷിപ്പ്, അതിലും കൂടുതൽ നമ്മൾ കൺസിഡറബിൾ ആയിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കണം. മെറ്റേൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത് പോർഷൻസും
നല്ലവണ്ണം പഠിക്കേണ്ട, അതായത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് പഠിച്ചിരിക്കണം. പക്ഷേ ഇതുവരെ ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടില്ല, പക്ഷെ അതിൽ നിന്നും ചില ചോദ്യങ്ങളൊക്കെ ഇതുവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പോർഷൻസ് വിട്ട് കളയരുത്. ഉറപ്പായിട്ടും നമ്മൾ കവർ ചെയ്തിരിക്കണം, എന്നാന്ന് മനസ്സിലാക്കിയേ പോകാവൂ. കാരണം ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു പോർഷൻസ് നോക്കുക. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് ബ്ലോക്കുകളിലാണ് നമ്മൾ എംഫസൈസ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വരുന്നത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ്, ഓഫർ, അക്സെപ്റ്റൻസ്, അങ്ങനെയുള്ള പോർഷൻസ് എന്താണ് നമുക്ക് 13 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനകത്താണ് കൂടുതൽ എംഫസൈസ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ കോൺട്രാക്ട് 2ന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ് കൺസിഡറേഷൻ, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, വോയിഡ് എഗ്രിമെന്റ്, അങ്ങനെയുള്ള പോർഷൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് 11 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ സ്പെസിഫിക് കോൺട്രാക്ട്സിന്റെ കാര്യം പറയുന്നുണ്ട്, അതായത് ഇൻഡെംനിറ്റി ഓഫ് ഗ്യാരണ്ടി, ബെയിൽമെന്റ്, അതൊക്കെ എന്താണ് 10 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ആ പോർഷനിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസോളം ഇതുവരെയുള്ള 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോർഷൻസിൽ നമ്മൾ അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് വിട്ട് പോകരുതാത്ത ഒരു പോർഷനാണ്. ദെൻ വരുന്നത് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, അതായത് സൊസൈറ്റിയും പൊളിറ്റിക്സും റിലീജിയനും പൊളിറ്റിക്സും ഈ രണ്ടും തമ്മിലുള്ള റിലേഷൻ. ഇതിനകത്തു നിന്നൊക്കെ വേണേൽ ഡിസ്റ്റിങ്ക്യൂഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അതിൽ നിന്നും 6 പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് സെയിൽ ഓഫ് ഗുഡ്സ്, പിന്നെ സ്പെസിഫിക് ലീഗൽ ആസ്പെക്ട്സ്, ഇതെല്ലാം ഈ ഒരു പോർഷനിലാണ്. ഇതെന്ത് ചെയ്യണം, അതിനകത്ത് കവർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതുവരെ. അതിൽ ഫോക്കസ് കൊടുക്കണം. പക്ഷെ മെറ്റീൻ്റെ അത്രയും ഹൈ ഫോക്കസ് കൊടുത്തില്ലെങ്കിലും ആ പോർഷൻസ് കവർ ചെയ്യണം. കാരണം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരിയും ചോദ്യങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പോലും ആ ഭാഗം ടച്ച് ചെയ്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ട പോർഷൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞല്ലോ ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, ഫസ്റ്റിലത്തെ ബ്ലോക്കുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. അതിൽ തന്നെയാണ് ആ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സും വന്നിരിക്കുന്നത്. അതിൽ നിന്നുള്ള യൂണിറ്റ്സിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഫൗണ്ടേഷൻ ഇൻ കോൺട്രാക്ട് ലോ, അതിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്തേ പോകാവൂ. അതായത് നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനെക്കാട്ടും എന്താണ് കോൺട്രാക്ട് ലോയുടെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസും കാര്യങ്ങളും, അതെന്താണ്, ബേസിക്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ വരുന്നത് സ്പെസിഫിക് കോൺട്രാക്ട്സും പാർട്ട്ണർഷിപ്സും. അപ്പം നമുക്ക് സിഗ്നിഫിക്കൻ്റ് അറ്റൻഷൻ കൊടുക്കേണ്ട കുറച്ച് ഏരിയാസ് ആണ്. എന്താണ് ചില കോൺട്രാക്ട്സ് കാര്യങ്ങൾ, ആ പാർട്ട്ണർഷിപ്പ്, അങ്ങനെയുള്ള ടേംസും കാര്യങ്ങളും എന്താണ് റെക്കറിങ് രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള പോർഷനാണ്. അതിലും നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുക്കണം. ദെൻ ടോപ്പിക് വൈസ് പറയുകയാണ് എങ്കിൽ മോസ്റ്റ്ലി ഫ്രീക്വൻ്റ്ലി നമുക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പം മേലിൽ പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. കൺസിഡറേഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് കവർ ചെയ്തേ പറ്റൂ, ഉറപ്പായിട്ടും ചോദിക്കും. ദെൻ അതിനകത്തുനിന്ന് എന്താണ് നമുക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും വിട്ടുപോകരുതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഒത്തിരിയും പ്രഡിക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ അതിൽ നിന്ന് കാണും. ദെൻ വരുന്ന ലോ ഓഫ് കോൺട്രാക്ട്, റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് പറഞ്ഞല്ലോ 4 പ്രാവശ്യത്തിൽ 2 പ്രാവശ്യവും ഇതിനകത്തു നിന്നുള്ള പോർഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്ക് എന്താ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം മാത്രമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താ വോയിഡ്, ഇല്ലീഗൽ അഗ്രിമെന്റ്സ്, ഓഫർ ലാപ്സ്, സ്പെസിഫിക് പെർഫോമൻസ്, അങ്ങനത്തെ ടേംസ് ഒക്കെ എന്താണ് ഒറ്റ പ്രാവശ്യമായിട്ട് ചോദിച്ചേക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. അതിലും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം ഇനിയാണേലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓൾറെഡി ഒന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ്, വിട്ട് കളയരുത്. പക്ഷേ മെറ്റേൻ്റെ അത്ര ഇമ്പോർട്ടൻസ് അല്ല എങ്കിൽ പോലും ഇതെന്താണ് നമ്മൾ നോക്കി പോകേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു
ഐഡിയ മനസ്സിലാകും. ഇത് ഇന്ന പോർഷന് മാത്രമല്ല, ഡൈവേഴ്സ് ആയിട്ടുള്ള കവറേജ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അതായത് എല്ലാ പോർഷൻസിനെ ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കോർ ഏരിയാസ് എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് 2 ബ്ലോക്സിൽ ഏരിയാസ് നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചില ടോപ്പിക്സ് പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം മാത്രമായിട്ട് ചോദിച്ചിട്ടുള്ള അങ്ങനത്തെ ടേംസും കാര്യങ്ങളും ഒക്കെ എന്താണ് നെഗ്ലക്റ്റ് ചെയ്ത് വിട്ട് കളയരുത്, പഠിക്കണം. എന്നാൽ ഒട്ട് ഹൈലി ഫോക്കസ് ചെയ്യേണ്ട, പക്ഷെ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ രീതിയിൽ ജസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പക്ഷെ ഹൈലി ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ബ്ലോക്കുകളിൽ നിന്നുള്ള പോർഷൻസ് ആണേ. ദെൻ മാർക്ക് വൈസ് നമുക്കൊരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്ന് ഇതുവരെ 130 മാർക്കിൻ്റെ 130 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന് 110 മാർക്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 നിന്ന് 100 മാർക്സിൻ്റെയും റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബ്ലോക്ക് 4 നിന്ന് 60 മാർക്സിൻ്റെയും ബ്ലോക്ക് 5 നിന്ന് 50 മാർക്സിൻ്റെയും ഇങ്ങനെയാണ് ഒരു മാർക്ക് വൈസ് നമ്മൾ വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, യൂണിറ്റ് വൈസ് അനാലിസിസ് നടത്തുന്നതിലൂടെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ്സിലാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ 130 110 കണ്ടത് ഏതാ, ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ആണ്. അതുകൊണ്ട് തന്നെ അതിലെ യൂണിറ്റ്സിനാണ് കൂടുതലും വെയിറ്റേജ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മാർക്സ് വെയിറ്റേജ് കണ്ടിട്ടുള്ളത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ് 4 പ്രാവശ്യവും ചോദിച്ചു വരുന്നത്. ദെൻ ബാക്കിയുള്ള ഏരിയാസിൽ കുറവാണ്, അതായത് 100 60 50 എന്ന രീതിയിലാണ് ചോദ്യം. അതായത് ബ്ലോക്ക് 5 നിന്ന് വളരെ കുറവ് ചോദ്യങ്ങളെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇതിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള പോർഷൻസ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൺസിഡറേഷൻ ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദെൻ വരുന്ന ലോ ഓഫ് കോൺട്രാക്ട്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. പിന്നെ ലാസ്റ്റ് വരുന്ന എന്താണ്, 10 മാർക്ക് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമല്ലോ, 4th 5th എന്ന പോർഷൻസിൽ നിന്നാണ് കൂടുതലായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു അനാലിസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്ട്രോങ് എംഫസിസ് കൊടുക്കേണ്ടത് കോൺട്രാക്ട് ലോയിലാണ്. കോൺട്രാക്ട് ലോയെ അതിൻ്റെ ബേസിക്സ്, ഫണ്ടമെൻ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ദെൻ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഡൈവേഴ്സിറ്റി ഇൻ ടോപ്പിക്സ് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പലയിടത്തും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇന്ന പോർഷൻ മാത്രമെന്നല്ല എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് ബ്ലോക്ക് വരുന്നത് അതിലെന്താണ് നമ്മൾ പൊതുവെ കണ്ടു, ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻസും കുറച്ച് കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് തീരെ നോക്കാതെ പോകരുത്. വേണേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ മസ്റ്റായിട്ട് അതിൽ നിന്ന് വന്നേ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ വരും എന്ന് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷേ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ കണ്ടിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി കൺസിഡറേഷൻ ചോദിച്ചിട്ടുണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ചോദിച്ചിട്ടുണ്ട്, ലോ ഓഫ് കോൺട്രാക്ട് ഉണ്ട്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ഉണ്ട്, ഏജൻസി ബൈ റെക്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് ഇത്രയും പോർഷൻസ് നോർമലി കവർ ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പോർഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സിൽ. അതായത് നമ്മൾ കോർ ഏരിയാസ് അല്ലെങ്കിൽ ഇതിനകത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു 7 പോയിന്റ്സിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിലിറ്റി എക്സ്പെക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, പല പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്തേ പോകാവൂ. ദെൻ പ്രഡിക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സാമിലേക്ക് ഇന്നത് വരും, ഇന്നതേ വരാവൂ അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡൈവേഴ്സ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏരിയാസ് വരുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ചില ഏരിയകൾ നമുക്ക് ലെസ് ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ചാൻസ് ഉള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്, അതും നിങ്ങൾ നോക്കി കവർ ചെയ്ത് പോകണം. ഇനി ഇതിൻ്റെ പ്രഡിക്ഷൻസ് പറഞ്ഞു, നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. എത്രത്തോളം അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. കൺസിഡറേഷൻ്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6.66%, അതായത് ഹൈ പ്രോബബിലിറ്റി ആ ഒരു പോർഷനാണ് ഉള്ളത്. ദെൻ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ചോദിക്കാൻ 5.26% പ്രോബബിലിറ്റിയും, കോൺട്രാക്ട് ഡിസ്ചാർജ് ചോദിക്കാൻ 4.91% പ്രോബബിലിറ്റി, ഏജൻസി ഓഫ് റാറ്റിഫിക്കേഷൻ ചോദിക്കാൻ 4.64% പ്രോബബിലിറ്റി,
ദെൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ചോദിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 4.22%, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി 4.20%, ലോ ഓഫ് കോൺട്രാക്ട് 4.13%. ഇത്രയും പ്രോബബിലിറ്റിയാണ് നമ്മളൊരു അനാലിസിസ് നടത്തിയാൽ കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹൈലി പ്രോബബിൾ അല്ലെങ്കിൽ ഹൈലി ഫോക്കസ് ചെയ്ത് നമ്മൾ എംഫസൈസ് കൊടുക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 4%-ന് മേളിലുള്ളത് എല്ലാം നമുക്ക് എന്താണ് സാധാരണ നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇതിലെല്ലാം നമുക്ക് എന്താ 4%-ന് മേളിലുള്ള അനാലിസിസ് സ്റ്റഡിയിൽ നിന്ന് അങ്ങനെ ഒരു അനാലിസിസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഏഴ് ടോപ്പിക്സും പ്രഡിക്റ്റ് ചെയ്യാം ഈ ഫ്യൂച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഒക്കെ അതായത് കൺസിഡറേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഹൈലി ആണെന്ന് പറയാൻ പറ്റും. ദെൻ അതുപോലത്തെ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള പോർഷൻസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രയോറിറ്റി കൊടുത്ത് സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ദെൻ പറയുന്നത് കോംപ്രഹെൻസീവ് പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു സ്റ്റഡി ആയിരിക്കണം നമ്മൾ നടത്താൻ. എങ്കിൽ മാത്രമേ ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്കോർ നല്ലപോലെ അറ്റൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസും അതനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനും പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും മക്കളെ. അതിൽ ആ രീതിയിലുള്ളൊരു പഠിത്തം വേണം നമ്മൾ ഇനി പഠിക്കാൻ. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. കോർ കൺസെപ്റ്റ്സിൽ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കണം. അതാണ് ലേണേഴ്സ് കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോർ കൺസെപ്റ്റ്സ്, അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പറഞ്ഞല്ലോ റിപ്പീറ്റഡ് ആയിട്ട്, അതിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതായത് കൺസിഡറേഷന്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ലോ ഓഫ് കോൺട്രാക്ട്, റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, കോൺട്രാക്ട് ഡിസ്ചാർജ്, അങ്ങനെയുള്ള ടോപ്പിക്സ് എന്താണ് കൂടുതൽ ഹൈലി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത്ത്, അതായത് പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം ഇതിനകത്ത് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഓവർലുക്ക് ചെയ്യേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, എത്രത്തോളം വൈഡ് ഏരിയ ആണ് നമ്മളുടെ ടോപ്പിക്ക്, ആ ഒരു സ്പെസിഫിക് കൺസെപ്റ്റ് എന്നത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം പ്രാക്ടിക്കലി അപ്ലൈഡ് ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആണ് എന്ന രീതിയും കൂടെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞു ഡിസ്കഷൻസ് അല്ലെങ്കിൽ അനാലിറ്റിക്കൽ സ്റ്റഡി പോലത്തെ ചില ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ആപ്ലിക്കേഷനും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡൈവേഴ്സിഫൈ യുവർ സ്റ്റഡി അപ്രോച്ച്, ഞാൻ പറഞ്ഞു നമുക്ക് നോർമലി പഠിക്കുന്ന രീതിയിലല്ല, നമ്മൾ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റഡി അപ്രോച്ച് മാറ്റണം. ഈ ഒരു നല്ല രീതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കേസ് സ്റ്റഡീസും ടെക്സ്റ്റ് ബുക്കും എല്ലാം കൂടെ റെഫർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ ബിസിനസ് ലോ പോലത്തെ സബ്ജക്റ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ദെൻ റെഗുലർ റിവിഷൻ ആൻഡ് പ്രാക്ടീസ്, റെഗുലറായിട്ട് റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സും ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാലാണ് നല്ല സ്കോർസ് നല്ല രീതിയിൽ ഇതെന്താ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എക്സാംസ് എഴുതുമ്പോൾ കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് വരത്തുള്ളൂ. പിന്നെ സ്റ്റേ അപ്ഡേറ്റഡ്, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കറണ്ട് സ്റ്റാറ്റസ് ഇതിനകത്ത് ലോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇൻഫർമേഷൻസ്. എങ്കിൽ മാത്രമേ കറൻ്റ്ലി ആപ്ലിക്കബിൾ എന്നൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. ദെൻ ടൈം മാനേജ്മെൻറ്റ്, ലോ ആണ്, പേപ്പറാണ്. അപ്പം നമുക്ക് എന്താ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാംസിൻ്റെ സമയത്താണേലും ഇത് പഠിക്കുന്ന സമയത്താണേലും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു കാര്യമാണ് ഈ ടൈം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സബ്ജക്റ്റിന് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് പോകണം. ഓരോ ഈ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ടൈം എടുക്കണം, എത്രത്തോളം പോർഷൻസ് കവർ ചെയ്യണം, എത്രത്തോളം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, എത്രത്തോളം പേജ് കവർ ചെയ്യണം, ഇതൊക്കെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് പോയാലേ നമുക്ക് കറക്റ്റായിട്ട് എക്സാംസ് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഈ ഒരു സ്പെസിഫിക് പ്ലാനും മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണിത്. അതായത് പുറത്തുനിന്നുള്ള ചോദ്യങ്ങളൊന്നും വരുന്നില്ല, ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന കുറേ ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് വിഷ് യു ഗുഡ് ലക്ക്. നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ടൈം മാനേജ്മെൻ്റ് ഒക്കെ നോക്കി നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലൊരു നല്ലൊരു പ്ലാൻ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നല്ല സ്കോർസ് കിട്ടട്ടെ. താങ്ക് യു.
ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ സ്നേഹ മാം പറഞ്ഞത് വളരെ വിശദമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം അതിൽ പറഞ്ഞുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ റിസൾട്ട് വളരെ വലുതാക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു, ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം. വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് ലേൺവൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ BA സോഷ്യോളജി, MA സോഷ്യോളജി, BA സൈക്കോളജി, MA സൈക്കോളജി, BCom, MCom, BBA, MBA, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത്. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഇഗ്നോ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാം. ഒരു മികച്ച കോച്ചിങ് സപ്പോർട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴിയോ. 7592939616 എന്നുള്ളതാണ് ആ നമ്പർ. കൂടാതെ തന്നെ ഇതുപോലെ ഇഗ്നോ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലും, നിങ്ങളുടെ റിലേറ്റീവ്സിൽ പെട്ട ആരെങ്കിലും ഇത്തരത്തിലൊരു കോച്ചിങ് സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടെ നമ്പേഴ്സും മറ്റു കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് ഫ്രീ സെഷൻസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി വെരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും